ഉസ്താദ്, ഈ പുതിയ കാലത്തോടൊപ്പം ചലിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാരന്റെ അതേ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ, ആ ഓഫീസ് റൂമിലിരുന്ന് ഒരു ദിവസം ചർച്ച നടത്തുമ്പോൾ ഏറെ കുറെ പറഞ്ഞത് സിലബസ് പരിഷ്കരണത്തെക്കുറിച്ചാണ്. ആ സിലബസ് പരിഷ്കരണത്തിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ചില കാഴ്ചപ്പാടുകൾ ഉസ്താദിനുണ്ടായിരുന്നു. ഇന്ന് ദർസിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സിലബസ് പരിഷ്കരണത്തിന്റെയും അപ്പുറത്തേക്ക് വലിയൊരു ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. പിന്നെ അതോടൊപ്പം നമ്മുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക മാത്രമല്ല, ഇടക്ക് വിളിക്കും, അനുമോദിക്കും, ആ പറഞ്ഞത് നന്നായി എന്ന് പറയും. ചിലപ്പോഴൊക്കെ എല്ലാ സമയങ്ങളിലും എന്ന് പറയും പോലെ അതിനു വേണ്ട പ്രചോദനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. കേട്ട ചില ഭാഗങ്ങളൊക്കെ നമ്മളെ അനുമോദിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും വല്ലാതെ സ്നേഹിച്ചു, ചേർത്ത് പിടിച്ചു. ഒരു കുടുംബാംഗത്തെ പോലെ നമ്മളിവിടെ വരുമ്പം ഒരരക്ഷിതാവസ്ഥയില്ലാതെ നല്ല ഒരു സുരക്ഷിതത്വം നമുക്ക് തോന്നിയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഉസ്താദിനെ സംബന്ധിച്ച് ഇത്തരം ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളുകളെ ഇടക്ക് വെച്ച് അവരുടെ ആ ഹിദ്മ ഫ്ലോപ്പായി പോകുക എന്നത് സ്വാഭാവികമാണ്, പൊട്ടിപ്പോകാറുണ്ട്. ഉസ്താദ് വഫാത്ത് വരെ അത് നിലനിർത്തി. അതിനെക്കുറിച്ച് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, ഇതൊരു പൊതു തത്വമാണ്. എന്ന് പറഞ്ഞാൽ ചില സംരംഭങ്ങളോ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ ഭൂന്ന് പറഞ്ഞിങ്ങ് വരും, അതുപോലെ അങ്ങ് പോകും. അങ്ങനെ ആവാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അതൊരു ഉദാഹരണം പറഞ്ഞതാ ഖുർആൻ. കുമിളകൾ, നൊരയും പതയും കുമിളകൾക്കൊരു സ്വഭാവമുണ്ട്. പെട്ടെന്ന് കെട്ടുപോകും, അണഞ്ഞു പോകും. ഒരിക്കലും അത് നിലനിൽക്കില്ല, അത് പൊട്ടിപ്പോകും. അതാണ് ഈ കാട്ടിക്കൂട്ടലുകളും പൊട്ടീസുമൊക്കെ ആണെങ്കിൽ അത് നിലനിൽക്കില്ല. ഇഖ്ലാസുള്ള പ്രവർത്തനമാണോ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങൾ അത് ഭൂമിയിൽ കാലാകാലം നിലനിൽക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് ഇടക്കാലത്ത് മുറിഞ്ഞുപോകില്ല. അവരുടെ വഫാത്ത് വരെ ഉണ്ടാകും. വഫാത്തിന് ശേഷം ഹയാത്തിനേക്കാൾ പവറിൽ നിലനിൽക്കും. അത് പണാവള്ളി ഉസ്താദ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. വഫാത്തിന് ശേഷവും അവരുടെ ഈ പദ്ധതികളും കാര്യങ്ങളുമൊക്കെ, അവർ തുടങ്ങിവെച്ച സംരംഭങ്ങൾ, ആ റൂമിലിരിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ അവരുടേത് നമുക്ക് വായിക്കാൻ കഴിയുന്നു. അതൊക്കെ പൂർത്തീകരിക്കാൻ ഈ ദാറുൽ ഹിക്കമിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.